ചില കഥകളുണ്ടല്ലോ, എത്ര കാലം കഴിഞ്ഞാലും അതിനൊരു മാറ്റവും വരില്ല. അങ്ങനെയൊരു കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വിശ്വാസം, സന്തോഷം, പിന്നെ നിസ്വാർത്ഥമായ സ്നേഹം, ഇതെല്ലാം ചേർന്നൊരു യഥാർത്ഥ സംഭവം. മറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ പോയ ആ ഒരു നിമിഷം. ഇതൊരു പഴയ കഥയായിട്ട് മാത്രം കാണരുത്. കാരണം ദൈവത്തിന്റെ വലിയ പദ്ധതിയിലെ ഒരു പ്രധാനപ്പെട്ട ഏടാണത്. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഒന്നാലോചിച്ചു നോക്കിയേ. നിങ്ങൾക്ക് വലിയൊരു സന്തോഷം തരുന്നൊരു വാർത്ത കിട്ടിയാൽ നിങ്ങൾ ആദ്യം ഓടിച്ചെന്നത് പറയാൻ ആഗ്രഹിക്കുന്നത് ആരോടായിരിക്കും? ശരിക്കും നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ആസ്വദിക്കുമ്പോഴാണോ, അതോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുമ്പോഴാണോ അതിന് പൂർണ്ണത വരുന്നത്? ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഗേബ്രിയേൽ ദൂതൻ മറിയത്തിന്റെ അടുത്ത് വന്ന യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള ആ വലിയ വാർത്ത അറിയിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. മറിയത്തിന്റെ പ്രായമായ ഒരു ബന്ധുവുണ്ട്, എലിസബത്ത്. എല്ലാവരും ഇനി കുട്ടികളുണ്ടാവില്ല എന്ന് കരുതിയിരുന്ന എലിസബത്ത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഗർഭിണിയായിരിക്കുന്നു എന്ന്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരേ സമയം രണ്ട് വലിയ അത്ഭുതങ്ങൾ. ശരിക്കും ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ലോകത്തിന്റെ തന്നെ ചരിത്രം മാറ്റിയെഴുതാൻ പോകുന്ന ഒരു അനുഗ്രഹമാണ് മറിയത്തിന് കിട്ടിയത്. പക്ഷെ ആ നിമിഷം അവൾ സ്വന്തം കാര്യത്തെക്കുറിച്ചല്ല ചിന്തിച്ചത്. അവളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവന്നത് എന്താണെന്നോ? തന്റെ ബന്ധുവായ എലിസബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരണം, അവർക്കൊരു സഹായമായി കൂടെ നിൽക്കണമെന്ന്. അതാണ് ആ സ്നേഹം. അപ്പോ ആ യാത്ര എത്രത്തോളം ബുദ്ധിമുട്ടേറിയതായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഏകദേശം 100-ലധികം കിലോമീറ്റർ ദൂരമുണ്ട്. ഇന്നത്തെ പോലെ റോഡോ വാഹനങ്ങളോ ഒന്നുമില്ല. മലകളും കുന്നുകളും നിറഞ്ഞ വഴിയിലൂടെ, ഒന്നുകിൽ കാൽനടയായിട്ട് അല്ലെങ്കിൽ ഒരു കഴുതപ്പുറത്ത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നൊരു യാത്രയായിരുന്നു അത്. എന്നിട്ടും മറിയം പോയി. ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ അതൊരു കടമയാണെന്ന് വിചാരിച്ചിട്ടോ അല്ല, സ്നേഹം ഒന്നുകൊണ്ട് മാത്രം. ഈ ഒരു വാചകമാണ് ആ യാത്രയുടെ എല്ലാം കാതൽ. സ്നേഹം പ്രവൃത്തിയിലൂടെ തെളിയിക്കണം. സ്നേഹം എന്ന് പറയുന്നത് വെറുതെ പറയേണ്ട ഒരു വാക്കല്ല, അല്ലെങ്കിൽ മനസ്സിൽ തോന്നേണ്ട ഒരു വികാരവുമല്ല. അതൊരു പ്രവൃത്തിയാണ്. മറ്റൊരാൾക്കു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് ആ സ്നേഹം വെളിപ്പെടുന്നത്. മറിയത്തിന്റെ ആ യാത്ര അതിന്റെ ഏറ്റവും വലിയൊരു തെളിവല്ലേ? അങ്ങനെ ആ കഠിനമായ യാത്രയൊക്കെ കഴിഞ്ഞ് കഥ അതിന്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും നിർണായകമായൊരു നിമിഷത്തിലേക്ക് എത്തുകയാണ്. മറിയം ഒടുവിൽ എലിസബത്തിന്റെ വീട്ടുപടിക്കൽ എത്തിച്ചേരുന്നു. ഇവിടെ സംഭവിച്ചത് ഒരു സാധാരണ കാര്യമായിരുന്നില്ല. മറിയം എലിസബത്തിനെ അഭിവാദ്യം ചെയ്ത ആ നിമിഷം, ആ ശബ്ദം കേട്ടയുടനെ എലിസബത്തിന്റെ ഉദരത്തിലുള്ള കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത് വെറുമൊരു കൂടിക്കാഴ്ചയല്ല, എന്തോ ദൈവികമായ ഒന്നവിടെ സംഭവിക്കുന്നുണ്ട് എന്നതിന്റെ ആദ്യത്തെ സൂചനയായിരുന്നു അത്. അപ്പോ തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് ഉറക്കെ ഇങ്ങനെ പറഞ്ഞു: സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഇത് വെറുമൊരു സ്വാഗതം പറയുന്ന വാക്കുകളല്ല. ആ കണ്ടുമുട്ടലിന്റെ ആത്മീയമായ ആഴം എത്ര വലുതാണെന്നും അവരുടെ ഉള്ളിലെ സന്തോഷം എത്രമാത്രമാണെന്നും ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് രണ്ട് ബന്ധുക്കൾ തമ്മിൽ കാണുന്ന ഒരു സാധാരണ രംഗമല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് വലുതാണ്. മറിയത്തിന്റെ ഉള്ളിലുള്ള ആ ദൈവിക സാന്നിധ്യം, അത് എലിസബത്തിലേക്കും അവരുടെ കുഞ്ഞിലേക്കും ഒരു അനുഗ്രഹമായി ഒഴുകിയെത്തുന്ന ഒരു അത്ഭുത നിമിഷമായിരുന്നു അത്. അപ്പോ ഈ ഒരു മനോഹരമായ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ എന്തൊക്കെയുണ്ട്? നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന എന്ത് പാഠങ്ങളാണ് ഇതിലുള്ളത്? നമുക്ക് ഈ സന്ദർശനത്തിലെ പ്രധാനപ്പെട്ട 3 സത്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം. ഈ 3 കാര്യങ്ങളും ശരിക്കും ഒന്നോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നോക്കൂ, നമ്മൾ ദൈവത്തെ ഉള്ളിൽ കൊണ്ടുനടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളിലൊരു എളിമ വരും. ആ എളിമയാണ് മറ്റുള്ളവർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യാനും അവരെ സേവിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമുക്കിത് ഓരോന്നായിട്ട് ഒന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യം വിനയമാണ്, അല്ലെങ്കിൽ എളിമ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എലിസബത്ത് ഇത്രയൊക്കെ പുകഴ്ത്തി പറയുമ്പം ആരുടെ സ്ഥാനത്താണെങ്കിലും നമുക്കൊരു ചെറിയ അഹങ്കാരമൊക്കെ തോന്നാൻ സാധ്യതയില്ലേ? പക്ഷെ മറിയം എന്താ ചെയ്തേ? ആ പ്രശംസയൊന്നും സ്വന്തമായിട്ട് എടുത്തില്ല. പകരം എല്ലാ മഹത്വവും ദൈവത്തിനു കൊടുത്തു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയില്ലേ, മഗ്നിഫിക്കാട്ട്, അത് മറിയത്തിന്റെ ആ വലിയ വിനയത്തിന്റെ പ്രഖ്യാപനമാണ്. അടുത്തതാണ് 3ാമത്തെ സത്യം, സേവിക്കാനുള്ളൊരു മനസ്സ്. മറിയം അവിടെ ചെന്നിട്ട് വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. മാസങ്ങളോളം എലിസബത്തിനെ ശുശ്രൂഷിച്ച് സഹായിച്ച് കൂടെ നിന്നു. ഇത് നമുക്ക് തരുന്ന ഒരു വലിയ പാഠമുണ്ട്. വെറുതെ പ്രാർത്ഥിച്ചിരുന്നാൽ മാത്രം പോരാ. നമ്മുടെ വിശ്വാസം ജീവനുള്ളതാകുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം,
2000 വർഷം മുന്നേ നടന്ന ഈ കഥയ്ക്ക് ഈ തിരക്കുപിടിച്ച ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? തീർച്ചയായുമുണ്ട്, ഒരുപാടുണ്ട്. ഇന്നത്തെ ലോകം നോക്കിയാൽ കൂടുതലും ഞാൻ, എന്റേത് എന്ന ചിന്തയ്ക്കാണ് പ്രാധാന്യം. എന്റെ വിജയം, എന്റെ നേട്ടം, എന്റെ സന്തോഷം. പക്ഷെ മറിയം കാണിച്ചു തരുന്ന വഴി നേരെ തിരിച്ചാണ്. മറ്റൊരാളുടെ സന്തോഷത്തിൽ പങ്കുചേരുക, ആവശ്യമുള്ളവരെ സഹായിക്കുക. ശരിക്കും പറഞ്ഞാൽ 2 വ്യത്യസ്തമായ ജീവിതരീതികളാണിത്. ഈ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യണമെന്നില്ല. വളരെ ചെറിയ കാര്യങ്ങളിലൂടെ അത് സാധിക്കും. നിങ്ങളൊരേ കൂട്ടുകാരൻ വിഷമിച്ചിരിക്കുകയാണോ? ഒന്ന് വിളിച്ച് സംസാരിക്കുന്നത് പോലും വലിയ കാര്യമാണ്. വീട്ടിൽ എന്തെങ്കിലും സഹായം വേണോ? മടിക്കാതെ മുന്നോട്ട് വരിക. നിങ്ങൾക്ക് നല്ലൊരു വാർത്ത കിട്ടിയോ? ദൈവത്തിന് നന്ദി പറയുക, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഇങ്ങനെ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകിയെത്തും. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് മറിയത്തിന്റെ ആ യാത്രയുടെ യഥാർത്ഥ അർത്ഥം എന്തായിരുന്നു എന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയാം. അതെ, അത് വെറുമൊരു യാത്രയായിരുന്നില്ല. അതൊരു സ്നേഹത്തിന്റെ യാത്രയായിരുന്നു, അടിയുറച്ച വിശ്വാസത്തിന്റെ യാത്രയായിരുന്നു, പിന്നെ നിസ്വാർത്ഥമായ സേവനത്തിന്റെ യാത്രയായിരുന്നു. ഈ 3 കാര്യങ്ങൾ, അതായത് സ്നേഹം, വിശ്വാസം, സേവനം, ഇവ 3ഉം ഒന്നിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഈയൊരു ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാം. എന്റെ ജീവിതം കൊണ്ട്, എന്റെ സാന്നിധ്യം കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ സന്തോഷം എത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഈയൊരു ചിന്ത നമ്മുടെ ഓരോ ദിവസത്തെയും നയിക്കട്ടെ.